നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ചൈതന്യങ്ങളിൽ ഒന്നായ സുകുമാരമുഖം ദേവനുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. യഥാർത്ഥത്തിൽ ദേവന് കോൺഗ്രസിൽ ലയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൽ ലയിച്ചാൽ ദേവനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ 4 അയൽവക്കത്ത് അടുപ്പിക്കില്ല. അത് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അത് ഞാൻ പറയാൻ വെരി ഓപ്പൺലി ആയിട്ടല്ലയോ. കാരണം കോൺഗ്രസ്സുകാർക്ക് എന്നെ ഭയമാണ്. ഞാൻ പല ലീഡേഴ്സിന് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു നമുക്ക് ചേരണ്ടേ. അവർ പറഞ്ഞു ദേവൻ വരൂ നമുക്ക് ചേരാം എന്ന് പറയുന്നല്ലാതെ വർഷങ്ങളായി, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു ഞാൻ സോണിയ മാഡത്തിനെ കണ്ടിട്ട്. ഇതുവരെ കോൺക്രീറ്റ് ആയിട്ടൊരു ഒരു സംഭവം അവർ സംസാരിച്ചിട്ടില്ല. അപ്പം ദേവനെ അവരുടെ കൂട്ടത്തിലേക്ക് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ വന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അതായിരിക്കാം, അത് തന്നെയാണ് എൻ്റെ കാരണം. ദേവന് ഒരു ഡിമാൻഡ്, ദേവൻ വല്ല ഡിമാൻഡ് വെച്ചിരുന്നോ? എന്നെ സ്ഥാനാർത്ഥിയാക്കണം, MLA ഒന്നും ഒന്നുമില്ല. ഞാൻ സോണിയാഗാന്ധിയുടെ അടുത്തിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്നറിയാം, ഞാൻ ഇലക്ഷന് നിൽക്കില്ല. എനിക്കൊരു ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആവാൻ താല്പര്യമില്ല. ഐ വോണ്ട് ടു വർക്ക് ഫോർ കോൺഗ്രസ്. എനിക്ക് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ രണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രോഗ്രാം? ഞാൻ കോൺഗ്രസ് ചേർന്നാൽ എനിക്ക് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഒരിക്കലും ഇലക്ഷൻ ഒരു പാർലമെന്ററി മോഹങ്ങൾ എനിക്കില്ല പറഞ്ഞു. അത് വളരെ ഇക്കാര്യം മറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവരോടും പറഞ്ഞു. വയലാർ രവിയുടെ അടുത്ത് പറഞ്ഞു, ആന്റണിയുടെ അടുത്ത് പറഞ്ഞു. ആന്റണിയുടെ അടുത്ത് എനിക്ക് വലിയ കോൺടാക്റ്റ് ഇല്ല. അദ്ദേഹത്തിന് ഒന്ന് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹം അത് എൻ്റർടൈൻ ചെയ്യില്ല. നമ്മൾ കണ്ടാൽ സുധീരൻ്റെ അടുത്ത് പറഞ്ഞു. സുധീരന് എൻ്റെ വാസ്തവത്തിൽ ഞാൻ ആദ്യമായിട്ട് കോൺഗ്രസിലേക്ക് ചേരാനായിട്ട് ശ്രമിച്ചപ്പോൾ ആദ്യം കണ്ടത് VM സുധീരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ ഡിസ്കറേജ് ചെയ്തു. മൂപ്പർക്കറി അവിടെയുള്ള അവസ്ഥ അദ്ദേഹം വേണ്ട ദേവൻ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്, എന്തിനാണ് വെറുതെ പോകുന്നത്? കാരണം വെച്ചാൽ രാമു കാര്യേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. വലിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് ദേവൻ വരുന്നത്. അപ്പോൾ ആ കുടുംബത്തോടുള്ള ഒരു ബഹുമാനം വെച്ചിട്ടായിരിക്കാം വേണമെങ്കിൽ സുധീരൻ പറഞ്ഞത് വേണ്ടാന്ന്. VM സുധീരൻ എൻ്റെ ഗ്രാമത്തിലുള്ള ആളാണ്. പക്ഷേ ദേവൻ ഇപ്പോൾ VM സുധീരൻ KPCC പ്രസിഡൻ്റാണ്. ഇന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ നീക്കാൻ പറ്റുമായിരിക്കാം. എനിക്ക് വിശ്വാസമില്ല. അധികാരമില്ല. അദ്ദേഹത്തിന് സാധിക്കില്ല. വേസ്റ്റ് ഓഫ് ടൈമാണ്. എനിക്കും താല്പര്യമില്ലാണ്ടായി ഇപ്പോൾ. അത് വേറെ തമാശ. എനിക്കതിന് താല്പര്യമില്ല അങ്ങനെ ഈ കോൺഗ്രസിലേക്ക്. ദേവേട്ടനോട് ഒരു സുപ്രധാനമായ ചോദ്യം ചോദിക്കാറുണ്ട്. അയ്യോ, 2004 ദേവേട്ടൻ കേരള പീപ്പിൾസ് പാർട്ടിക്ക് രൂപം കൊടുത്തപ്പോൾ അന്ന് സുപ്രധാനമായ ഒരു കാര്യം ദേവേട്ടൻ പറയുകയുണ്ടായി. അതായത് ഇന്ന് കേരളത്തിലുള്ള ഈ സാഹചര്യം, അതായത് മോശമായ സാഹചര്യം, അതായത് അക്രമ രാഷ്ട്രീയം, അഴിമതി, തൊഴിലില്ലായ്മ, ഇതൊക്കെ ഇവിടുന്ന് തുടച്ചു നീക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കേരള അസംബ്ലിയിൽ പോയി ചൂലെടുത്ത് കേരള അസംബ്ലി വൃത്തിയാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ചൂലെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. എന്താണ് ഈ അവസ്ഥയെപ്പറ്റി ദേവേട്ടന്, ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എന്താ അഭിപ്രായമുള്ളത്, എന്താണ് പറയാനുള്ളത്? അതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ദേവൻ ഒരു രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ ദേവൻ പരാജയപ്പെട്ടു? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെടുക എപ്പോഴാണ്? എൻ്റെ പരിശ്രമങ്ങൾ നിർത്തുമ്പോൾ. ഇപ്പോഴും ഞാൻ അതിൻ്റെ ട്രാക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചപ്പോൾ താങ്കൾ പ്രതീക്ഷിച്ചിരുന്ന പലതും പിന്നീട് നടക്കാതെ പോയി. നടക്കില്ല അങ്ങനെ പെട്ടെന്ന്. ഞാൻ 20 വർഷമാണ് ഞാൻ പറഞ്ഞതെന്ന്. ഞാൻ അന്ന് എൻ്റെ ഈ പ്രസ് കോൺഫറൻസിൽ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം വലുതായി അതിനൊരു ഒരു പ്രസക്തി ഉണ്ടാവണമെങ്കിൽ 20 വർഷം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ പാർട്ടി. എന്തായാലും ഒരു ഗുണം കിട്ടി ദേവൻ സിനിമ എന്നുള്ള ഒരു ബൃഹത്തായ ഒരു ക്യാൻവാസിനെ ഉപേക്ഷിച്ചിട്ടല്ല രാഷ്ട്രീയത്തിൽ വന്നത്. അല്ലല്ല, അതവിടെ നിലനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ദേവന് മനസ്ഥൈര്യം വീണ്ടെടുക്കാനും അത് നിലനിർത്താനും സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ ഊർജം ആവാഹിക്കാൻ സഹായിക്കുന്ന സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും. അതിന് തർക്കമില്ല. ഒരു തർക്കമില്ല. സിനിമ താങ്കളുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
താങ്കൾ വഴിതെറ്റിയാണ് വന്നതെന്നൊക്കെ ശരി തന്നെ, പക്ഷേ പക്ഷെ വന്നു പോയാൽ വന്നു തന്നെയാണ്. ഉണ്ട് 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 തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ പറ്റില്ലല്ലോ. അല്ലാതെ പറ്റില്ല. വരട്ടെ മോഹന്റെ ഈ നിറം, സൗന്ദര്യം, ആരോഗ്യം, ഇതിന്റെ രഹസ്യം എന്താ? ക്യാപ്റ്റൻ സാധിച്ചില്ലേ? അന്നും ഇന്നും മോഹൻ ഒരുപോലെ ഇരിക്കുക, ഒരു വയസ്സ് കൂടിയതായിട്ടോ കുറഞ്ഞതായിട്ടോ തോന്നുന്നില്ല. എവർഗ്രീൻ ഹീറോ ആണ് ദേവൻ എപ്പോഴും. എന്താണ് രഹസ്യം? മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണോ, അതോ അങ്ങ് സ്വയമേ എക്സസൈസ് ഒക്കെ ചെയ്ത് വെയിലൊന്നും അടിക്കാതെ വളരെ നേരത്തെ കിടക്കുമെന്നൊക്കെയുള്ളത് എനിക്കറിയാം. എന്താണ് അതിന്റെ കാരണം? ഈ രഹസ്യം എന്താണ്? ഇത്രയും നല്ല സൗന്ദര്യം, ആകാര ഭംഗിയും എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ് ദേവൻ. അതിന്റെ കാരണം ഒന്ന് വിശദീകരിച്ചതാണ്. എന്തെന്നാ പറയാ, ക്യാപ്റ്റൻ്റെ ഒരു ചോദ്യം. ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ തോന്നുന്നതാണ് കണ്ണ്. അല്ല, ഇതൊക്കെ പിന്നെ ദേവൻ ആഗ്രഹിച്ച് കിട്ടിയതോ ആഗ്രഹിക്കാതെ വന്നതല്ല, ഒന്നല്ല, നമ്മൾ വന്ന് ഭവിച്ചതാണ്. വന്ന് ഭവിച്ചു. അതും നമുക്കൊരു അത് പിതാവിനെയും ഒന്നും മാറ്റാൻ പറ്റില്ല, അമ്മയമ്മമാരൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ദേവനെ കണ്ടാൽ ദേവനൊരു മുത്തച്ഛനായില്ലേ? ആയിട്ടില്ല. പക്ഷേ ആകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പക്ഷെ എന്നാലും ഈ പെൺപിള്ളേർക്ക് ഒന്ന് പ്രണയിച്ചാൽ കൊള്ളാന്നുണ്ട് ദേവനെ. ശരിയല്ലേ? ആണോ? ആണ്. കണ്ടോ? മോസ്റ്റ് വെൽക്കം. കുടുംബത്തിലേക്ക് പോകേണ്ടതാണ്. അല്ലേ, അവർക്കറിയാം എൻ്റെ സ്വഭാവം. ആണോ? ശരി. ലൈസൻസ് തന്നിരിക്കുകയാണോ? ലൈസൻസ് എന്നല്ല, ഞാൻ എങ്ങനെയാണെന്നുള്ളത് അവൾക്കറിയാം. കാരണം രാമപുരേട്ടൻ്റെ മകളെ ഞാൻ മാരി ചെയ്തിട്ടില്ല. എനിക്കറിയാം. താങ്കൾ രാമപുരേട്ടൻ്റെ മരുമോനും കൂടിയാണോ? അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഭയങ്കര വികൃതികളും കാര്യങ്ങളും, എല്ലാ ദുശീലങ്ങളും അറിയാമോ? എല്ലാം അറിയാം. എല്ലാ ചുറ്റുകളും അറിയാം. എല്ലാം അറിയാം. അങ്ങനെ ഒന്നും തുടരിലിടാൻ പറ്റില്ലെന്നറിയാം. അതും അറിയാം. ദേവനെ നിയന്ത്രിച്ചത്. അപ്പോൾ അവർ ദേവൻ്റെ എല്ലാ കുസൃത്തരങ്ങളും കുരുത്തക്കേടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു, അല്ലെ പൊരുത്തപ്പെടാൻ വിധിക്കപ്പെട്ടു. പിന്നെ പ്രണയം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. പ്രണയം എന്ന് പറയുന്നത്, എന്നാലും വേറൊരു സ്ത്രീയെ ദേവൻ പ്രണയിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, സുമയല്ലേ ഭാര്യയുടെ പേര്? സുമയ്ക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ദേവ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ഇല്ലല്ലേ, ഉണ്ടായിട്ടില്ല. എങ്ങനെ കൈകാര്യം ചെയ്യാൻ തരം ഒരാൾക്ക് ജീവിതത്തിൽ എൻ്റെ കാര്യം പറയാം, എനിക്ക് മറ്റൊരു കാര്യം എനിക്കറിയാം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതകാലത്ത് ഒരു പെണ്ണിനെ പ്രണയിക്കാൻ പറ്റൂ, പ്രണയം ആണെങ്കിൽ. മനസ്സിലായില്ലേ? ഞാൻ കോളേജിൽ ഒരുപാട്, പിന്നെ എൻ്റെ കോളേജ് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരപരാഗണം. ഒരു മനുഷ്യന്, എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവമാണ്, വേറൊരാളും നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല. ഒരേ ഒരാളെ പ്രേമിക്കാൻ പറ്റില്ല. അതാണ് പ്രണയം. ആ വാക്കിൽ നമ്മൾ പ്രണയം. ഓക്കെ, അതൊരു പ്രണയം. അപ്പം ദേവന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അപ്പൊ ദേവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവന്റെ കൂടെ പ്രണയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള 3 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും പ്രണയമല്ലായിരുന്നു. അതൊക്കെ വെറും ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ വെറും കമ്പമായിരുന്നു. കമ്പം. എനിക്ക് അങ്ങോട്ട് കമ്പം, അവർക്ക് എന്നോട്. പക്ഷേ ഈ കമ്പം അനുസ്യൂതമായി പിന്നീട് തുടർന്നു. തുടർന്നോ എന്ന് എനിക്കറിയില്ല, തുടരാനായിട്ട്. പക്ഷെ അതൊന്നും ഒരു പ്രണയമായിട്ട് ഞാൻ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് വർഷങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അതായത് അനുഭവത്തിൻ്റെ പേരിൽ പറയണം, പ്രണയിക്കുന്ന ഒരാളെ മാത്രമേ പ്രണയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വെറും തമാശകൾ. അത് ഭാര്യയെ തന്നെ പ്രണയിക്കണമെന്നില്ലല്ലോ. ഇല്ല, അതിന് വേണമെന്നില്ല. ദേവന്റെ കാര്യത്തിൽ അതല്ലല്ലോ. അല്ല, എനിക്കറിയാം. അല്ല, എല്ലാവർക്കും അറിയാം. അതെ, എല്ലാവർക്കും അറിയാം. അതാണ് അങ്ങനെ ഒരുപാട്. അപ്പൊ ദേവന് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം ഭാര്യ സുമ തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിച്ചു? അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞിട്ടില്ല. സമർത്ഥനാണ്. ഇനി ഈ അഭിമുഖം കാണുമ്പോൾ സുമ ചോദിക്കില്ലേ? ചോദിക്കുന്ന അറിയില്ല. ആരാണ് ചിലപ്പോൾ ചോദിക്കും. ആരാണെന്ന് ചോദിക്കും. ഞാൻ പറയില്ല. എന്നെ കൊണ്ടൊരു കുടുംബകലം ഉണ്ടാവുമോ? ഇല്ല, ഒന്നുമില്ല. ഉണ്ടായാലും പ്രശ്നം. അതായത് കുടുംബം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യും. എന്തായാലും ചോദിക്കും അവര്. സുമ എന്തായാലും ചോദിക്കും. അതായത് ഞാനല്ലാതെ പ്രണയം ഉണ്ടെന്ന് ദേവേട്ടൻ പറഞ്ഞില്ല. എന്താ വിളിക്കുന്നത്? മോനേട്ടാ വിളിക്കുന്നത് വീട്ടിൽ? മോൻചേട്ടന് ഞാനല്ലാതെ പ്രണയമുണ്ടെന്ന് ആ ബ്രിട്ടാസിൻ്റെ മുമ്പിൽ പോയിട്ട് കുമ്പസാരിച്ചല്ലോ. പക്ഷേ എനിക്ക് അതിനോട് പരാതിയില്ല, പരിഭവമില്ല. എനിക്കറിയാം സുമ എന്താ പറയാൻ പോകുന്നത്, സുമ ചേച്ചി എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ അത് ആരാണെന്ന് അറിയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്.
അതറിഞ്ഞാൽ തന്നെയും എനിക്ക് അവരോട് ഒരു ശത്രുതയും ഉണ്ടാകില്ല. ഞാനിപ്പോൾ അവരോടുള്ള എൻ്റെ സമീപനം എന്താണോ അത് നിലനിർത്തും. മോൻചേട്ടനോടും ആ സമീപനം നിലനിർത്തും എന്ന് പറഞ്ഞാൽ ആളുടെ പേര് പറഞ്ഞു കൊടുക്കുമോ? പറയില്ല. എന്തിനാ അത് പറയേണ്ട ആവശ്യം എന്താ? ഒരിക്കലും പറയില്ല. അത് എൻ്റെ സ്വകാര്യമായ ജീവിതത്തിലെ ഒരു കാര്യമാണ്. അത് നമ്മൾക്ക് അങ്ങനെ ഒരു ചർച്ച ചെയ്ത് ജീവിക്കുന്നതല്ല. പ്രണയം സംതിങ് വെരി. താങ്കൾക്ക് പരിപൂർണമായ സംതൃപ്തി, സന്തോഷവും സമാധാനവും ആ പ്രണയം നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ താങ്കൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം പ്രദാനം ചെയ്തത് ആ പ്രണയമാണ്. തീർച്ചയായിട്ടും. ഒരുപാട് ജീവിത ദശാസന്ധികളിൽ താങ്കളെ സഹായിച്ചത്, കൈത്താങ്ങായത്, ഒരു കൈത്തിരിയായത് ആ പ്രണയമാണ്. അത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മോട്ടിവേഷൻ, ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് അസ്വസ്ഥതകളിടയിലും അതൊരു തലോടലായിരുന്നു. തീർച്ചയായിട്ടും. ഒരു മന്ദമാരുതനാണ്. എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് ആശങ്കപ്പെട്ടോ? ഇപ്പോൾ അതില്ല. അതല്ലേ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ കാണുന്നുണ്ട്. അതില്ല. അത് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രണയം എന്നുള്ള സംഗതി ഒരിക്കലേ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ്. നമ്മളൊരു ആകസ്മികം സംഭവിച്ചു. അതായത് നമുക്കൊരു ആരെങ്കിലും സ്നേഹിക്കാൻ, ഞാൻ പറയാം, നിങ്ങൾക്ക് ആരെങ്കിലും ഇയാളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വേണേ ആ കുട്ടിയെ ചെയ്ത് കളയും കേട്ടോ. അതായത് സംഭവിക്കുന്നതാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ആകസ്മികമായിട്ട് സംഭവിക്കും. അവനത് എത്ര കാലം നിന്നിരുന്നു ആ പ്രണയം? കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു നഷ്ടദുഃഖമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ആർക്കും ഇല്ലാത്തത്. നഷ്ടസ്വപ്നങ്ങളെ എന്താ പാട്ട് ദേവൻ? ഒരു പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണത്. പാടിക്കുക ദേവൻ. നല്ല പാട്ട്. അയ്യോ, ആ പാട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടാം ഈ സമയത്ത്. പാട്ട് ആ പ്രണയത്തിന് വേണ്ടി ഒരു ഗാനപുഷ്പം നമുക്ക് സമർപ്പിക്കാൻ ദേവ. പാടാൻ അറിയണ്ടേ? പാടാൻ അറിയാവുന്ന ആളാണ് ദേവൻ. എനിക്കറിയാം. എങ്ങനെ അറിയാം? എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. മുമ്പിലോ എൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നുമില്ല. ഞാനൊരാളെ പഠിക്കുമ്പോൾ ദേവൻ അറിയാൻ അത്യാവശ്യം ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ. അറിയാലോ. ദേവൻ അത്യാവശ്യം പാടാറുണ്ട്, പാടിയിട്ടുണ്ട്. ഒരു ഡിഫറൻസ്. ലെറ്റസ് ഓക്കെ. അയ്യോ, എന്ത് പാടാൻ ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ആ നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഈ പാട്ടിലൂടെ അത് തളർക്കും. മധുര 17കാരി, എൻ്റെ മധുര 17കാരി, ഹൃദയത്തറവാട്ടിൽ ഭാഗത്തിനെത്തിയ മധുര 17കാരി, ഹൃദയത്തറവാട്ടിൽ ഭാഗത്തിനെത്തിയ മധുര 17കാരി. ഇനി എനിക്ക് ലൈൻസ് അറിയില്ല. നന്നായി പാടുന്നു ദേവൻ. നന്നായിട്ടൊന്നും പാടുന്നില്ല. ദേവനെ ഞാൻ റിയാലിറ്റി ഷോയിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയി കൊണ്ടുവരാൻ പോവുക. ജീവിതമെന്ന് പറയുന്നത് ഭൗതികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ക്ഷതങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ജീവിതവ്രതം. ഇപ്പം ദേവന് വെള്ളത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഭൗതിക ദുരന്തത്തെ ദേവൻ അതിജീവിച്ചു. ഒരു വലിയ സൗഭാഗ്യമായി ദേവൻ കരുതിയ ഒരു പ്രണയത്തിൻ്റെ തകർച്ചയും ദേവൻ അതിജീവിച്ചു. അത് ഭാര്യയിൽ നിന്ന് പോലും രഹസ്യമാക്കി വെക്കുന്നതിൽ തന്നെ ഒരു താല്പര്യം കാണുന്നു. തൊട്ടടുത്ത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഞാനിപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ചോദിച്ചാൽ മാത്രമാണ് ഞാൻ ആ പ്രൈവസിലേക്ക് ഞാനത് ചെയ്യില്ല. അത്തരത്തിലുള്ളൊരു വകതിരിവ് എനിക്കുണ്ട് ദേവ. എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് ചോദിക്കില്ല. ഇനി അഥവാ ദേവൻ വേണം സ്വമേധ എനിക്ക് പറയണമെന്ന് വിചാരിച്ചാൽ വേണം പറഞ്ഞോളൂ. ഞാനായിട്ട് ചോദിക്കില്ല ഒരിക്കലും. പക്ഷെ അത് പറയാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ സുമയോട് പോലും പറയാൻ പാടില്ലാത്തൊരു കാര്യം അത് ഒരിക്കലും പാടില്ല ഏതൊക്കെയാണ്. പക്ഷെ എന്തായാലും മകൾ ലക്ഷ്മിയോട് അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മകൾക്ക് അച്ഛൻ മാത്രം നല്ല സുഹൃത്തും കൂടിയല്ലേ? വളരെ പിന്നെ നല്ല സുഹൃത്ത്. വേണമെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ഒരു സംഭവം അച്ഛനുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു പക്ഷേ ഇനി ഞാനൊരു ക്ലൂ തരുവാണ്. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലക്ഷ്മിയെ വിളിച്ചിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ നിനക്ക് ഒരു സർപ്രൈസ് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വേണേൽ പറയാം. എന്നുവെച്ചാൽ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ഒരു അക്കാഡമിക് ഒരു തമാശയായിട്ട് മാറും അവർക്ക്, അല്ലേ? വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ, അതായത് ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഇതാവോ ഒരുപാട് അങ്ങനെ ഉണ്ടേ. ഞാൻ പറഞ്ഞത് ഒരാളാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പ്രണയിച്ച ഒരാളാണ്. ദേവന്റെ തീവ്ര പിന്നെ പ്രണയത്തിന്, വിശുദ്ധ പ്രണയത്തിൽ ഒരാളേ ഉള്ളൂ. ബാക്കി ചുറ്റുകളിൽ ഒരുപാടുണ്ട്.
അതുകൊണ്ടായിരിക്കും ലക്ഷ്മി അത് ചോദിക്കാൻ പോവുക. അത് അപ്പോൾ അവർ വിചാരിക്കും അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും ആ കേസ് കെട്ടാണോ ഈ കേസ് കെട്ടാണോ എന്നൊക്കെ പലതും അതങ്ങനെ ആയിക്കോട്ടെ, അതല്ല നല്ലത്. നമ്മളെ വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത്? അതെൻ്റെ സ്വകാര്യമായ അതൊരു അനുഭൂതിയായി നിൽക്കട്ടെ ദേവൻ. തീർച്ചയായിട്ടും. ഓക്കെ. ദി 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്ന പടത്തിൽ, ഇംഗ്ലീഷ് പടത്തിൽ മോസസ് വരുമ്പോൾ കടൽ വഴിമാറി കൊടുക്കും. ദേവൻ സെറ്റിലേക്ക് നടന്നു വരുമ്പോൾ സുന്ദരന്മാരും സുന്ദരികളിരിക്കുന്ന ആൾക്കാരുടെ കണ്ണുകൾ മുഴുവൻ ദേവനിലേക്കായിരിക്കും. ഒരു പ്രത്യേക അട്രാക്ഷനാണ്. എന്നിട്ട് ദേവൻ ചെയ്യുന്ന റോളുകൾക്ക് ഭയങ്കര വില്ലനും ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മാടച്ചാട്ടൻ നല്ലൊരു നടനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നല്ല സംഗീതത്തിൽ ഒരുപാട് പാണ്ഡിത്യത്തിലൊരു മനുഷ്യൻ. ഒരു വില്ലൻ്റെ ആകാര ഭാവതലങ്ങളല്ല ദേവനുള്ളത്. സിനിമയിലേക്ക് വഴിതെറ്റി വന്നു എന്ന് പറഞ്ഞ പോലെ വില്ലൻ എന്നുള്ള വേഷത്തിലേക്ക് ദേവൻ വഴിതെറ്റി വന്നതാണോ? വഴിതെറ്റി വന്നു എന്ന് പറയാം. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് എൻ്റെ നേർവഴിയാണ് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നൊരു വില്ലനാക്കാനായിട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹരിഹരൻ സാറാണ്. അമൃതൻ രമയ്യ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഓപ്പോസിറ്റ് ഒരു വില്ലൻ റോളുണ്ട്. അപ്പോൾ എനിക്ക് ചോദിച്ചു, സാർ അത് പിന്നെ സാർ ഈ ഒരു മോന്ത വെച്ചിട്ട് ഒരു വില്ലൻ അതൊന്നും കുഴപ്പമില്ലല്ലോ, അത് താൻ ചെയ്യൂ, അത് തൻ്റെ മോന്തയുടെ ഷേപ്പല്ല വില്ലൻ്റെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പിലാണ് ഞാൻ ആ പടം ചെയ്തത്. അതിൻ്റെ അപ്പോൾ തന്നെയാണ് ജോഷി സാറ് ഒരു സിനിമ ന്യൂഡൽഹി എന്നൊരു സിനിമ എടുത്തത്. അത് എനിക്ക് തന്നത് അത് മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റ് വില്ലനാണ്. ഭയങ്കര സക്സസ് ഫിലിം. മമ്മൂട്ടിനെ രണ്ടാമത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്ത പടം കൂടിയാണ്. പടമാണ്. ദേവന് മികവും നൽകിയൊരു കഥാപാത്രമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരു ഓഡിയൻസിൻ്റെ ഒരു റീച്ച് കിട്ടിയൊരു പടമാണ് ന്യൂഡൽഹി. അത് എന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ അതെൻ്റെ ഒരു അഭിനയ പാഠവും അല്ല. അത് വശത്തിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയൊരു നടനൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഞാൻ വലിയൊരു ഭയങ്കര കഴിവുള്ളൊരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ചെന്താണെന്നറിയാം, അതിനകത്ത് സാധാരണ വില്ലത്തരം കാണിക്കുന്ന വില്ലന്മാരുടെ ഫേഷ്യലായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്തപ്പോൾ ഒന്നാമത്തെ ഫ്രഷ്നെസ് ആണ്. ഒരു പഴയ പോലെ മറ്റേ വിറകുള്ളിയൊന്നും വെക്കാതെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനെന്നറിയാം, ഞാൻ 96 ഓൺവേർഡ്സ് ഞാൻ തെലുങ്ക് സിനിമയിൽ പോയി. എൻ്റെ ആദ്യത്തെ തെലുങ്ക് സിനിമയാണ്. അവിടെ ചെന്നപ്പോൾ അത് ഞാൻ ആ റോൾ ചെയ്തു. ആ റോളിന് എനിക്ക് അവാർഡ്, ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടി. അത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ വില്ലന്മാർക്ക് വേറൊരു ഡയമെൻഷൻ ഉണ്ടാക്കിയ നടൻ എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അത് എൻ്റെ ഒരു അഭിനയത്തിലുള്ള ഭയങ്കര പാഠവും ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് അവർക്ക് ആദ്യമായി കാണുമ്പോൾ ഇയാൾ യാതൊരു തരം കോപ്പറേറ്റീവ് കാണിക്കാതെ വളരെ കൂളായിട്ട് ചെയ്തതാണ്. അത് ഞാനൊരു മനഃപൂർവ്വം ചെയ്തതല്ല, അങ്ങനെ ഞാൻ ചെയ്തു പോയി. ഒരു 10-12 തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? അല്ല, 35 തെലുങ്ക് സിനിമകൾ ചെയ്തു. ഞാൻ കൂടുതലും തെലുങ്ക് തമിഴ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ തെലുങ്കിലും തമിഴിലും ചെയ്ത ശക്തമായ കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ മലയാള സിനിമയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഈവൻ തമിഴില് പിന്നെ ദേവൻ ചെയ്ത സിനിമ രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോലും ചെയ്തു അല്ലേ? ഭാഷ ഇതൊക്കെ ദേവന്റെ സിനിമ ജീവിത വഴിത്താരയിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഞാൻ ദേവൻ എന്നുള്ള നടനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന 2-3 പടങ്ങളാണ്. അതിലൊന്ന് ആരണ്യകം. തീർച്ചയായും എൻ്റെ മനസ്സിലുള്ളത് അതാണ്. എന്നോട് ചോദിച്ചാൽ ആരണ്യകം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ദേവൻ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു റോള് മലയാള സിനിമയിൽ അല്ലെങ്കിൽ താങ്കളുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്. വേണമെങ്കിൽ ദേവന്റെ മനസ്സിലൊരു നെരിപ്പോടുള്ളത് കൊണ്ടായിരിക്കാം അതാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു ഫയർ അവിടെ ഉണ്ട്. ആ ഫയർ അവിടെ വന്നത്. യെസ്. അതിനകത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ അതായത് ദേവൻ്റെ വേറൊരു ക്യാരക്ടറാണ്. ദേവന്റെ വേറൊരു പ്രോട്ടോടൈപ്പായിരുന്നു. ഈ സിനിമ വാസ്തവത്തിൽ മമ്മൂട്ടി ചെയ്യേണ്ട റോളാണ് ആക്ച്വലി. MT വാസുദേവൻ നായർ എഴുതുമ്പോഴൊക്കെ മമ്മൂട്ടി ഒരാൾക്കാണ് ഇഷ്ടം. അപ്പോൾ ഹരൻ സാറാണ് പറഞ്ഞത് അത് നമുക്ക് ദേവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം MT വാസുദേവൻ നായർ പറഞ്ഞു അത് ദേവൻ വന്നൊരു നടൻ, അദ്ദേഹത്തിന് അനുഭവങ്ങളില്ല, ഇത് വളരെ
അനുഭവങ്ങൾ ആവശ്യമുള്ള ഒരു വേഷമാണെന്ന് പറഞ്ഞു. ഞാൻ അവസാനം എൻ്റെ തലയിൽ വന്ന് വീണത്. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവനും ക്രെഡിറ്റ് ഗോസ് ടു ഹരിഹരൻ സാർ. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്. പിന്നെ MT എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഷോട്ട് കഴിച്ചപ്പോൾ MT വന്നിരുന്നു ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഷൂട്ടിങ്സ്. എനിക്ക് കൂടുതൽ പ്രശ്നമായിപ്പോയി. ഒരു ഷോട്ട് കഴിഞ്ഞപ്പോൾ MT എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സ്ക്രിപ്റ്റുകളാണ് എഴുതാറ്. ഏറ്റവും ശക്തമായ ഒരു പുരുഷ കഥ, എൻ്റെ ഏറ്റവും ശക്തമായ ഒരു പുരുഷ കഥാപാത്രമാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പിന്നിൽ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. ആ അലർട്ട്നെസ് എപ്പോഴും വേണം ഫേസിൽ. പിന്നെ ഈ സംഭാഷണം പറയുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റാണ്, 100% നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് പറഞ്ഞു. നിങ്ങൾ തെറ്റോ ശരിയോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ള ഇവിടെ. യു ആർ കൺവിൻസ്ഡ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന കണ്ണുകളിലേക്കായിരിക്കണം. ഈ ഡയലോഗ് പറയുമ്പോൾ ഒരിക്കലും കണ്ണ് ചിമ്മരുത്. കോൺഫിഡൻസോട് യു ലുക്ക് അറ്റ് ഹിസ് ഐസ് ആൻഡ് ഡെലിവർ ദ ഡയലോഗ്സ്. ഇത് രണ്ടും പറഞ്ഞിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹം അത്ര തന്നെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിന് ശേഷം ഫസ്റ്റ് പ്രിൻ്റ് കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ വാസ്തവത്തിൽ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ മമ്മൂട്ടീനെ വെച്ചിട്ടാണ് ഞാൻ വാസ്തവത്തിൽ എഴുതിയത്. പക്ഷേ ഞാൻ ഈ ഫസ്റ്റ് പ്രിൻ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി മമ്മൂട്ടി ആയിരുന്നുവെങ്കിൽ ഞാൻ മമ്മൂട്ടിയെ സ്ക്രീനിൽ കണ്ടേനെ. എനിക്ക് എൻ്റെ കഥാപാത്രത്തെ ഇവിടെ ദേവനെയല്ല കണ്ടത് ആ കഥാപാത്രത്തെയാണ്. നക്സലൈറ്റിനെ കണ്ടു. അത് വലിയൊരു കോംപ്ലിമെൻ്റാണ് എന്നെ സംബന്ധിച്ച്. ദേവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇത് തന്നെയാണ്. നല്ലൊരു പാട്ട്. ഭരതേട്ടൻ്റെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഭരതേട്ടൻ്റെ ഭയങ്കരമായിട്ട് നമുക്കൊരു നഷ്ടം, ഭരതേട്ടൻ്റെ ഇന്ന് ഇല്ലാത്തത് വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല നടീനടന്മാർക്ക് കൂടി ഒരുപാട്. ഒരുപക്ഷെ ദേവൻ ഭരതൻ്റെ ഒരുപാട് സിനിമകളിൽ ഇതുപോലെ വില്ലത്തരമില്ലാത്ത ഒരുപാട് വേഷങ്ങൾ വേണമെങ്കിൽ വരാമായിരുന്നു. എവിടേക്കോ ദേവനൊരു ചെറിയ പ്രശ്നമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഫുൾ ഫ്ലെജ്ഡ് വില്ലനായി. എനിക്ക് അതുകൊണ്ട് വലിയ ഇഷ്ടം തോന്നി അതിനകത്ത് ഈ വില്ലൻ റോൾ ചെയ്യും. കാരണം വെച്ചാൽ ഒന്നുകിൽ നായകനാവുക അല്ലെങ്കിൽ വില്ലനാവുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ വില്ലന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് സ്കോപ്പ് ഉള്ളത്. കാരണം ഇപ്പോഴും നമ്മൾ ഈ നായകന്മാർക്ക് ആണ് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന മുഴുവനും നായകന്മാർക്കാണ്. വില്ലന്മാർക്ക് അങ്ങനെ സാധനം കിട്ടാറില്ല. എനിക്ക് വില്ലന്മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു റോളുണ്ട്. ഞാനൊരു തമിഴിൽ ഓണസ്റ്റ് രാജ് എന്നൊരു സിനിമ ചെയ്തു. ഓണസ്റ്റ് രാജ് വിജയകാന്തിനൊപ്പം. അതാണ് എൻ്റെ ക്യാരക്ടറിലെ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. ബെസ്റ്റ് പെർഫോമൻസ്. എനിക്ക് തമിഴ് സിനിമ ഒരു കോളത്തിൽ വരച്ചുകൊണ്ട് നമ്പർ 1 സ്ഥാനം തന്ന ഒരു വില്ലൻ റോളാണ്. 2 ഡയമെൻഷൻസ് ഉള്ള വില്ലനാണ്. സോഫ്റ്റ്, പെട്ടെന്ന് അങ്ങ് ഇയാളൊരു വലിയൊരു ഇതിലേക്ക് മാറുന്നതാണ്. വെൽ ഡിഫൈൻഡ് സ്ക്രിപ്റ്റ്, വെൽ ഡിഫൈൻഡ് വില്ലൻ ക്യാരക്ടർ, അതൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ നമുക്ക് പെർഫോം ചെയ്യാനുള്ളൊരു സ്കോപ്പ് വില്ലൻ കഥാപാത്രങ്ങൾ കിട്ടും. മറ്റതൊന്ന് ക്യാരക്ടർ റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. മലയാള സിനിമയിൽ അങ്ങനെ സ്മരിക്കപ്പെടുന്ന ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾക്ക് താങ്കൾ ജന്മം നൽകി. കിങ് ഭയങ്കര പടങ്ങളായിരുന്നു കേട്ടോ. മമ്മൂട്ടിയൊക്കെ ഗ്രേറ്റ്. മമ്മൂട്ടി റിയലി അയാളുടെ ഒപ്പം നിന്നിട്ടൊക്കെ അഭിനയിക്കാൻ കഴിഞ്ഞു. നമ്മളൊക്കെ തെലുങ്കിലൊക്കെ തെലുങ്ക് സിനിമകളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് സ്ഥാനം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കൂടെയും മോഹൻലാലിൻ്റെ കൂടെയും സുരേഷ് ഗോപിയുടെ കൂടെയും ഓപ്പോസിറ്റായിട്ട് വില്ലൻ കളിച്ച ഒരാളാണ്. അവർക്ക് അതിൻ്റെ ഒരു ത്രില്ലാണത്. നമുക്ക് വളരെ അഭിമാനം തോന്നും വാസ്തവത്തിൽ. കാരണം മമ്മൂട്ടിയും മോഹൻലാലിനെയും സുരേഷിനൊക്കെ അവർ കാണുന്നത് ഭയങ്കര അമാനുഷികരായിട്ടാണ്. അഭിനയത്തിൻ്റെ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്, ഒരു അഭിമാനം നമുക്ക് തോന്നും. അവിടുത്തെ വലിയ ഡയറക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂട്ടിനെ വെച്ചിട്ടൊരു പടം ചെയ്യണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം, അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ചിട്ടൊരു പടം. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു ഇതായിട്ട് തോന്നും. വളരെ വി ഫീൽ ഇറ്റ്. ആഘാരഭംഗിയുടെ കാര്യത്തിൽ ദേവൻ അതുപോലെ തന്നെ പശ്ചാത്തലം, പാരമ്പര്യം, അനുഭവം ഇതൊക്കെ ദേവനും ഉണ്ട്. ദേവനും വേണമെങ്കിൽ ഒരുപക്ഷെ എവിടെയോ ഒരു വഴിത്തിരിവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ
മലയാള സിനിമയിൽ ഒരു സ്റ്റാർ പദവിയിലേക്ക്, ഒരു നായക പരിവേഷത്തിലേക്ക് വളരാമായിരുന്നു? തോന്നാറില്ല ദേവൻ? സത്യം പറയും. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. എവിടെയോ ഒരു പിശക്, ഒരു പക്ഷേ എൻ്റെ കുറ്റം കൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നം വന്നു. കാരണം ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. അത് ഓവർ കോൺഫിഡൻസ് അല്ല, എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് വർഷങ്ങളായിട്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ അനുഭവത്തിലൂടെയാണ് നടൻ എന്ന നിലയ്ക്ക്. എനിക്ക് ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കരുത്തിട്ട, വളരെ കനത്ത റോളുകൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ദേവനെ പൂർണ്ണമായിട്ടും സംവിധായകന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ ചില ഫ്ലിക്കറുകളുണ്ടായിരുന്നു, ഫ്ലിക്കറുകൾ, അരണ്യകം പോലുള്ള സിനിമകളിലെ ഫ്ലിക്കറുകൾ. അതിനുശേഷം എവിടെയോ വെച്ച് ഒന്നിനോ ദേവനും ഉരുത്തിരിയുന്ന മലയാള സിനിമാ വ്യവസായം തമ്മിൽ എവിടെയോ ഒരു ചേർച്ചയില്ലായ്മ വന്നു, ജെല്ലി ചെയ്തില്ല. എന്തോ കാരണം, ഒരുപക്ഷെ ദേവൻ്റെ സ്വഭാവ രീതികളിലെ പ്രത്യേകതയാണോ, അതെയോ ദേവൻ അഗ്രസീവായിട്ട് പിച്ചിങ് ചെയ്യാത്ത കൊണ്ടാണോ, ദേവൻ ആൾക്കാരെ നെറ്റ്വർക്ക് ചെയ്യാത്ത കൊണ്ടാണോ? നെറ്റ്വർക്കിംഗ് കുറവാണോ ദേവന്? നെറ്റ്വർക്കിംഗ് കുറവായിരിക്കാം. അത് കൂടാതെ മറ്റു ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മറ്റെന്ന് വെച്ചാൽ ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ട് നമ്മുടെ. ആ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണത് ചോദ്യം, എനിക്കറിയാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ നടൻ ഷൈൻ ചെയ്താൽ ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ നമുക്കുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടൻ എന്നെക്കാൾ ശക്തമാനാവണം, എങ്കിൽ എനിക്കത് പെർഫോം ചെയ്യാൻ ഒരു ഊർജ്ജമായിരിക്കുള്ളൂ. പലപ്പോഴും അത് നമ്മുടെ ഇൻഡസ്ട്രി മാത്രമല്ല, പൊതുവെ ഇൻഡസ്ട്രിയിൽ നായകന്മാർക്കുള്ളൊരു പ്രശ്നമാണത്. ഒരു ബൈറ്റിലേക്ക് വരാം. നായകനായും സഹനടനായും വില്ലനായും നിർമ്മാതാവായും ഉള്ള വേഷങ്ങൾ ദേവേട്ടൻ മലയാളത്തിൽ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം വേഷങ്ങൾ ദേവേട്ടന് ഏറ്റവും താല്പര്യം തോന്നി, ജീവിതത്തിൽ ഏറ്റവും താല്പര്യം തോന്നിയ വേഷങ്ങൾ? വി എം ബിനു. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് വില്ലൻ റോളുകളാണ്. ടു ബി വെരി വെരി ഓണസ്റ്റ്, എനിക്കിപ്പോഴും വില്ലൻ റോൾ ചെയ്യാനാണ് താല്പര്യം. കാരണം അതിനകത്ത് ഒരുപാട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പെർഫോമൻസ് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വില്ലൻ കഥാപാത്രം ചെയ്യാനാണ്. പക്ഷെ താങ്കൾക്ക് നന്നായിട്ട് കാക്കി ഇണങ്ങും പോലീസ് പട്ടാള വേഷങ്ങളൊക്കെ അല്ലേ? ആ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ താങ്കൾക്കൊരു ത്രില്ലുണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ഉണ്ട്. ബാല്യകാലത്തെ ആഗ്രഹം സഫലമാകാതിരുന്നതിൻ്റെ ഒരു കോമ്പൻസേഷൻ നടക്കുന്നത് തീർച്ചയായിട്ടും അതിലൂടെ ആയിരിക്കാം. ഉണ്ടാവും. എനിക്ക് തീർച്ചയായിട്ടും ഒരാൾ എന്തോ പറയാൻ വേണ്ടി വെമ്പതിക്കുകയാണ്. ദേവേട്ടനോട് ചോദിക്കാനുള്ളത്, മലയാള സിനിമയിൽ ധാരാളം പോലീസ് വേഷം ദേവേട്ടൻ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടറാണെങ്കിലും. അപ്പോൾ ആ പോലീസിന് പറ്റിയ ഒരു ശരീരപ്രകൃതവും അതുപോലെ അതിൻ്റെ ഗ്ലാമറും ആ ബോൾഡായിട്ടുള്ളൊരു പോലീസ് ഓഫീസറെ അവതരിപ്പിക്കാൻ ദേവേട്ടന് കഴിയും. അതുകൊണ്ട് ദേവേട്ടൻ കഥ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിൽ ദേവേട്ടന് തന്നെ നായകനായിക്കൂടെ? ഒരു സിനിമയുടെ പടിപ്പറയിലാണ് ദേവൻ അല്ലേ? അതെ അല്ലേ? ഒരു കഥ സ്ക്രിപ്റ്റ് ചെയ്തു, ആ സ്ക്രിപ്റ്റ് റെഡിയായി വെച്ചിരിക്കുകയാണ്. ഒരു പോലീസ് സബ്ജക്റ്റാണത്. അതുകൊണ്ടാണ് അബു സലീം ചോദിച്ചത്. അതെ. അത് ഞാൻ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. താങ്കളത് നായകനായിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇല്ല, ഞാനത് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ റോൾ ഞാൻ ചെയ്യില്ല. അതല്ല, അതിൻ്റെ സംവിധാനം മറ്റൊരു സംവിധായകൻ ഏറ്റെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ വെച്ചാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ ചെയ്യാൻ പറ്റും. പക്ഷേ താങ്കളുടെ ഫോക്കസ് ഡയറക്ഷനിലാണ്. കാരണം എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം എന്ന നോവല് വായിച്ചിട്ട് ഇതൊരു സിനിമയാക്കാൻ പറ്റുമെന്ന് തീരുമാനിച്ചൊരു മനസ്സെൻ്റെ ഉള്ളിലുണ്ട്. അത് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ അഭിനയത്തിൻ്റെ ഇതിലെ ആ യാത്രയിൽ ഞാൻ എവിടേക്കോ എൻ്റെ മനസ്സ് സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എനിക്ക് തോന്നി. ഈ സബ്ജക്റ്റ് ഒരു 10 വർഷം മുമ്പാണ് എൻ്റെ ഉള്ളിൽ വന്നത്. ഹൈദരാബാദിൽ വെച്ച് കണ്ട ഒരു സംഭവത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു തമാശയ്ക്ക് എഴുതിയെടുത്തതാണ്. എഴുതി വന്നു. അത് നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് മാറി. വളരെ ശക്തമായ ഒരു പോലീസ് ഓഫീസർ കഥാപാത്രമാണത്. സബ്ജക്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കഥാപാത്രം ഇന്നേ വരെ നമ്മുടെ മലയാള സിനിമയിൽ കാണാത്ത
ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചില്ല, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എല്ലാം അഭിനയിച്ച് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ആ കഥാപാത്രത്തെ ഞാൻ വാർത്തെടുക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം ഇന്ന് ഞാൻ കണ്ട ഒരുപാട് പടങ്ങളിലൊന്നും കാണാത്ത, ഇതേവരെ മലയാള സിനിമയ്ക്കോ തമിഴ് സിനിമയ്ക്കോ ഒന്നും കാണാത്ത ഒരു ശക്തമായ ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ചെയ്യുന്ന നടൻ ഭാഗ്യവാനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വർഷം ഉണ്ടാവുമോ ദേവനത്? കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതെൻ്റെ ആഗ്രഹമാണ്. ഇപ്പോൾ പ്രേമിക്കണമെങ്കിൽ ഒരു കൂട്ട് വേണം, കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കൂട്ട് വേണം. അതുപോലെ തന്നെയാണ് ഒരു സിനിമ സംവിധായകൻ ചെയ്യണമെങ്കിൽ സംവിധായകൻ മാത്രം പോരല്ലോ, അതിനൊരു കൂട്ട് വേണ്ടേ? നിർമ്മാണം വേണം. നിർമ്മാണത്തിൻ്റെ പ്രശ്നമല്ല, എൻ്റെ കഥാപാത്രം, ഞാൻ ആ കഥാപാത്രത്തെ, ആ സബ്ജക്റ്റിനെ ഞാൻ ഇന്ന് പ്രണയിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ആ പാഷൻ മാറി അതൊരു ഐ ലവ് ദിസ് സബ്ജക്റ്റ്. അപ്പം അതിനെ പറ്റിയ ആൾക്കാർ കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് പറ്റിയ ആൾക്കാർ ഇവിടെ ഉണ്ട്, പക്ഷെ അവരൊന്നും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് വേഷത്തിൽ വേണമെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, സുരേഷ് ഗോപിയുടെ പോലീസ് വേഷമല്ല അല്ല, ഇതല്ല. എൻ്റെ മനസ്സിലുള്ളത് ഉണ്ടായിരുന്നത് മമ്മൂട്ടിയാണ് ഈ ക്യാരക്ടർ ചെയ്യാൻ. വളരെ പിന്നെ 100% അത് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന റോളാണ്. താങ്കൾ സംസാരിച്ചു? ഒരു 2 വർഷം മുമ്പ് അദ്ദേഹത്തിനടുത്ത് പോയി ഞാൻ സബ്ജക്റ്റ് പറഞ്ഞു. ആദ്യം എന്നൊക്കെ പറഞ്ഞു, പിന്നീട് അത് സബ്ജക്റ്റ് കേട്ടപ്പോൾ, സബ്ജക്റ്റിന് ഫുൾ സബ്ജക്റ്റ് അല്ല, അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം താല്പര്യമായി. സ്ക്രിപ്റ്റ് റെഡിയായോ എന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് റെഡിയായി എന്ന് പറഞ്ഞു. ഞാനൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വായിക്കണം. മമ്മൂട്ടി സാധാരണ സ്ക്രിപ്റ്റ് വായിക്കുന്ന ഒരാളല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിത് വായിക്കണം. ഞാൻ വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തു. ഇന്നേ വരെ അത് വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വായിച്ചിരുന്നുവെങ്കിൽ അത് സിനിമ ആകുമായിരുന്നു. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി അഥവാ ഇപ്പോൾ അദ്ദേഹത്തിന് തിരക്കുകൊണ്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല എങ്കിൽ താങ്കളുടെ മനസ്സിലെപ്പോഴും രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടാവില്ലേ? അത് പൃഥ്വിരാജാണ്. അദ്ദേഹവും തിരക്ക് പിടിച്ച നടനാണ്. അദ്ദേഹം ഈ സബ്ജക്റ്റ് കേൾക്കാനായിട്ട് ഇതുവരെ ഒരു സമയം തന്നിട്ടില്ല. അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും താങ്കൾക്ക് വൈകാതെ ആ സിനിമ സഫലമാക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രത്യാശ ഞങ്ങൾ നേരിടും. താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. താങ്കളുടെ വീടിൻ്റെ അടുത്തന്നെ അദ്ദേഹം താമസിച്ചിരുന്നു. ഇപ്പോൾ താങ്കൾ ആലുവയിലേക്ക് വന്നല്ലേ? ആലുവയിൽ വളരെ മനസ്സമാധാനത്തോടെ ആലുവ പുഴ നോക്കുന്നുണ്ടല്ലേ? പുഴത്തീരത്ത്. താങ്കളുടെ വളരെ നീണ്ടകാലത്തൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ താങ്കൾ ചെന്നൈ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ അയൽവക്കത്തുണ്ടായിരുന്ന ഒരാളാണ്. വരട്ടെ. ഞാൻ മോഹൻ്റെ അയൽവാസിയായിട്ട് ചെന്നൈയിൽ 2-3 വർഷം അടുത്തടുത്ത് താമസിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു 4 മണി മുതൽ ഒരു ശബ്ദം കേൾക്കാം. ഹൗച്ച് 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 ശബ്ദം. പിന്നെ വടികൾ തമ്മിൽ അടിക്കുന്ന ശബ്ദം കേൾക്കാം. മോന, എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല. ഞങ്ങളോടൊന്ന് പറയണം, എന്താണ് ഈ ശബ്ദത്തിൻ്റെ കാരണം? ഉറവിടം എവിടെ നിന്നാണ്? എന്തിനു വേണ്ടിയാണ് ആ ശബ്ദം? എവിടെയോ നിങ്ങളുടെ ടെറസിൻ്റെ മേളിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് ഞങ്ങളൊന്ന് കേട്ടോട്ടെ, പറഞ്ഞാൽ. ക്യാപ്റ്റൻ അറിയാവുന്ന സംഗതിയാണ്. അതായത് ക്യാപ്റ്റൻ താമസിക്കുന്നത് എൻ്റെ അടുത്ത കോമ്പൗണ്ട്, ഞാൻ താമസിക്കുന്നത്. രാവിലെ ഞാൻ ഈ കളരി അഭ്യാസിയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്, അമ്മയുടെ തറവാട് അഭ്യാസികളുടെ തറവാട്. എൻ്റെ അച്ചാച്ചനൊക്കെ വളരെ ഈ ആയുർവേദ ഡോക്ടേഴ്സാണ്. പ്രത്യേകിച്ച് ഈ കളരിയൊക്കെ ഉള്ള ഒരു തറവാടാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഈ കളരി അഭ്യസിച്ചു തുടങ്ങി. വാൾപ്പേറ്റ്, കമ്പ് ഫൈറ്റ് എല്ലാം ഉണ്ട്. ഇപ്പോഴും അത്യാവശ്യം കിട്ടിയ ഇപ്പോൾ ഒരു 10 പേര് വന്നാൽ എൻ്റെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ സത്യം വെരി ഡിഫിക്കൽട്ട്. ഞാൻ ദേവനെ കൈകാര്യം ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ തോക്കൊണ്ട് വെടിവെച്ചാൽ ചാവും, അല്ലാതെ മറ്റുള്ള ഒരു രക്ഷയുണ്ടാവില്ല. വടിവാട്, വാൾപ്പയറ്റ്, വടികറക്കുന്നതിനൊന്നും രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തെക്കൻ കളരിയും പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നതിന് ശേഷം കുറച്ചും കൂടി ഹയർ സ്റ്റഡീസിന് പോയി. ഇതിൻ്റെ തെക്കൻ കളരിയുണ്ട്. അപ്പോൾ ഞാനും ആശാനും കൂടി രാവിലെ 4 മണിക്ക് വരും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഈ ശബ്ദം കേൾക്കുന്ന അതാണ്, ഈ കമ്പ് ഫൈറ്റും മറ്റു അങ്ങനത്തെ. അപ്പോൾ ക്യാപ്റ്റൻ അന്ന് 4 മണിക്ക് എഴുന്നേക്കേണ്ട വന്നു. ക്യാപ്റ്റൻ താങ്കളുടെ വളരെ നല്ല അടുത്ത സുഹൃത്താണ്. വളരെ നല്ല ആളാണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീട് വെക്കാനുള്ള സ്ഥലം, അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ദാരിദ്ര്യ കാലഘട്ടത്തിൽ, ഈ വെള്ളത്തിന് ശേഷമുള്ള വളരെ മോശപ്പെട്ട ഒരു സാമ്പത്തിക നിലയിലിരിക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജു പറഞ്ഞു, നമുക്കൊരു സ്ഥലമുണ്ട് ഇവിടെ, അവിടെ നിന്ന് പോയി സ്ഥലം നമുക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, അഡ്വാൻസ് കൊടുക്കാൻ പറ്റ പൈസ ഇല്ല എൻ്റെ കയ്യിൽ.
തന്നെ വന്ന് കാണും. അങ്ങനെ ഞങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി ഒരു സ്ഥലം കാണിച്ചു. ഞാൻ പറഞ്ഞു, സ്ഥലം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ക്യാപ്റ്റൻ, പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ടാവും. എന്നെ വിളിച്ചു കൊണ്ടുപോയി 10,000 രൂപ അഡ്വാൻസ്, ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിച്ചു എന്നെ കൊണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം മൂപ്പരുടെ കയ്യിൽ നിന്ന് കൊടുത്തു. അഡ്വാൻസ് കൊടുത്ത്, ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ആ സ്ഥലത്താണ് എൻ്റെ ഫസ്റ്റ് വീട്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ രാജു. കാരണം ആദ്യമായി ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് ഞാൻ അവിടെ ഒരു വീട് വെപ്പിച്ചു. അത് വലിയൊരു സംഭവമാണ്. അത് ക്യാപ്റ്റൻ രാജുവാണ് അതിൻ്റെ ഒരു ദൈവദൂതനെ പോലെയാണ് ക്യാപ്റ്റൻ രാജു ഇവിടെ വന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാൻ വീട് വെക്കില്ലായിരുന്നു. പിന്നീട് താങ്കളുടെ ദാരിദ്ര്യമൊക്കെ അങ്ങ് മാറി. പിന്നെ മാറി. ആ 10,000 രൂപ താങ്കൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാം അത് കൊടുത്തു. എല്ലാം കൊടുത്ത് എല്ലാം റെഡിയായി. അതല്ലല്ലോ, ആ തിരിച്ചു കൊടുക്കുന്നില്ലല്ല, അദ്ദേഹത്തിൻ്റെ ജസ്റ്ററിലാണ്. അത് ആരും ചെയ്യില്ല. ഒരിക്കലും ചെയ്യില്ല. താങ്കൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ക്യാപ്റ്റൻ രാജുവിൻ്റെ വലിയൊരു മനസ്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മറ്റുള്ളവരോടുള്ള താല്പര്യങ്ങളാണത്. മറ്റുള്ളവരും എന്നെപ്പോലെ ആവണം എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടായിരിക്കും. അത് അല്ലെങ്കിൽ ചെയ്യല്ലോ. എന്തായാലും ദേവൻ എന്നുള്ള നടന് ഒരു മിനിറ്റും ഒരു കാര്യം, ഇപ്പോൾ ക്യാപ്റ്റൻ രാജുവിനെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരാളെ കൂടി ഇതിനകത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. ടി ജി രവി എന്നൊരു പഴയ നടൻ. ഞാൻ ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ടി ജി രവി ചേട്ടനാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കിപ്പം ഈ സൈനസിൻ്റെ പ്രശ്നമുണ്ട്, മൂക്കടയും. അപ്പോൾ ചെന്നൈയിൽ ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ മൂക്ക് അടഞ്ഞപ്പോൾ ഞാൻ മൂക്ക് ചീറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആവുന്നില്ല. അങ്ങനെ ഞാൻ വളരെ പ്രഷർ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ഓടി. പിന്നെ വന്നത് മുഴുവനും ബ്ലഡാണ്. ബ്ലഡ് ഇങ്ങനെ എനിക്ക് കാണാം, ഇങ്ങനെ പമ്പ് കമ്മിങ് ഔട്ട്, അങ്ങനെ ഭയങ്കരമായിട്ട് വരികയാണ്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ കയറുന്ന സമയത്ത്, ട്രെയിൻ മൂവ് ചെയ്യണ സമയത്ത് ടി ജി രവി ചേട്ടൻ ഇങ്ങനെ ഓടി എവിടെ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓരോരുത്തർ വരുന്നു, മൂക്ക് പിടിക്കുന്നു, അപ്പോഴേക്കും പറഞ്ഞ് ഇങ്ങനെ കെടുത്തു, അങ്ങനെ കെടുത്തു. അപ്പോൾ ഒരുപാട് പിന്നെ ആൾക്കാർ വരുമല്ലോ ഈ സപ്പോർട്ട് ചെയ്യാനാൻ പറ്റും. ഇങ്ങനെ കിടന്ന് ശരിയാവും, മൂക്കി പിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്കും ബ്ലഡ് നിൽക്കുന്നില്ല. ഒരാൾക്കാർ പഞ്ഞി വയ്ക്കുന്നൊന്നുമില്ല. അങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഉടനെ ഒരു പേപ്പറും പെന്നെടുക്കാൻ പറഞ്ഞു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പേപ്പർ പറഞ്ഞു, ടി ജി രവി ആക്ടർ, മലയാളം ആക്ടർ ഈസ് സംവെയർ ഇൻ ദിസ് ട്രെയിൻ, ടെൽ ഹിം ദേവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒരാളെ കൊടുത്തു. അതെനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അബോധാവസ്ഥയിൽ പോയി. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് CMC ഹോസ്പിറ്റലാണ്. അപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞു വെച്ചാൽ ടി ജി രവി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കുന്ന സമയത്ത് ഒരാൾ ഓടിക്കുന്നുണ്ട്, ടി ജി രവി എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട്. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞ് എന്നെ ഒരു സിനിമാ നടനെ കാണാൻ വേണ്ടി നോക്കിയപ്പോൾ ഇയാളുടെ ആ പരിഭ്രമം കണ്ടിട്ട് എന്താ ചോദിച്ചപ്പോൾ, അല്ല നിങ്ങളുടെ ഫ്രണ്ട് ഒരു ദേവൻ, അതെ ദേവനോടെ അവിടെ ബ്ലഡ് പോയി കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രവി വരികയും അടുത്ത ആർക്കോണം സ്റ്റേഷനിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് എന്നെ ഇറക്കി ടാക്സി കയറൽ കൊണ്ട്. അപ്പോൾ എനിക്ക് ബോധമില്ല. അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ എല്ലാം BP എല്ലാം പോയി, കംപ്ലീറ്റ് പൾസ് എല്ലാം പോയി കഴിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ബ്ലഡ് ഇസ് ഗോൺ. ഡോക്ടർ എഴുതി തള്ളി, യു ക്യാൻ ഇൻഫോം ദി പേഴ്സൺ ഫാമിലി. രവി പറയാണ്, ടി ജി രവി ചേട്ടൻ പറയാം. അങ്ങനെ ഇരുന്നിട്ട് അവസാനം ഡോക്ടേഴ്സൊക്കെ വന്നു. ഏതോ ഒരു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ഒരു റിവൈവൽ, എൻ്റെ ശ്വാസം പിന്നീട് വന്നു. അപ്പോഴേക്കും ബ്ലഡൊക്കെ കയറ്റി അങ്ങനെ ഒരു 10 ദിവസം അവിടെ കിടന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ദേവൻ്റെ 2ാം ജന്മമാണത്. 2ാം ജന്മം. ആ 2ാം ജന്മത്തിൽ ഇന്ന് ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ കാരണം ടി ജി രവിയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തുണ്ടായിരുന്നു. എന്തായാലും ദേവൻ്റെ ഒരുപാട് നന്മകളായിരിക്കാം ഒരുപക്ഷെ ദേവൻ ഇങ്ങനെ ഇതുപോലുള്ള അവധൂതന്മാരെ താങ്കളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ പ്രേരകമാകുന്നു. ഇനിയും ഒരുപാട് കാലം മുമ്പോട്ട് പോകാനുള്ള ഊർജവും ശേഷിയും താങ്കൾക്കുണ്ട്. രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഇനിയും തിളക്കമാർന്ന ഒരുപാട് നാഴികക്കല്ലുകൾ താങ്കളുടെ ഭാഗത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ദേവൻ സോ മച്ച്.